പാചകവാതക സിലിണ്ടറിന് വില വർദ്ധിക്കും. എന്റെ പൊന്നെ ക്ലീറ്റോ ചായ കുടിച്ചു നോക്കിട്ട് അഭിപ്രായം പറഞ്ഞേ. ഈ വൈകുന്നേരം അവിടെ ഇവിടെയും പോയിട്ട് ഇടിയും കൊണ്ടു വന്നിട്ട് വെള്ളം ചൂടാക്കാൻ പറഞ്ഞാൽ ഞാൻ ചൂടാക്കി തരൂല. നീ തുറന്നെ പിടിക്കണ എല്ലാം ഈ ഗ്യാസിൽ ഉണ്ടാക്കണ്ട. ഇടയ്ക്ക് അരിയൊക്കെ ഇടുന്നത് പുറത്ത് അടുപ്പിലിടാലോ. ആ സബ്ജക്റ്റ് ഒക്കെ നിർത്തി ചായ കുടിച്ചിട്ട് അഭിപ്രായം പറയാം. തേയിലത്തോട്ടത്തിൽ നിന്ന് നേരിട്ട് സാറിന്റെ SI പറിച്ചെടുത്ത തേയില അരിച്ചുണക്കിയ ചായ തന്നെ കാത്തോളണേ. ഒരെണ്ണം കുടിച്ചതാണേ. ചായപ്പൊടിയുടെ മാത്രല്ല ഞാൻ ഇടണേന്റെ കൂടെ ഉണ്ട്. അതെന്താ പറയാത്തത്? നീ പതിവായിട്ട് ഇടണേന്റെ ഒരു ഇത് ടേസ്റ്റ് ഇല്ല. ഇതിനൊരു ചെറിയൊരു ചവയുണ്ട് തേയിലേക്ക്. നല്ല ചായ. ഇത് മൂന്നാറല്ല, ഇത് മൂന്നാനക്കുഴിയിൽ നിന്ന് കൊണ്ടുവന്നാണെന്നാണ് എനിക്ക്. ആകെ തമാശക്ക് ഒരു ചിരി കൊടുത്ത എല്ലാവരും ഒരു ചിരി ഒരു കൈയടി. അല്ല എന്നാലും ലില്ലിയുടെ കൈപുണ്യം ഒരു ഘടകമാണ്. ആണ്. ഞാനും കൊടങ്ങാള ഫാമിലിയുടെ ആണല്ലോ. പറഞ്ഞില്ലെന്ന് വേണ്ട, ഈ വീട് ഞാനൊന്ന് മോടി പിടിപ്പിക്കാൻ പോകണം. എങ്ങനെ നല്ല കാര്യോടാ അല്ലേ? എത്ര നാളുകൊണ്ട് ഇങ്ങനെ തന്നെ ഇരിക്കുന്നു, ഒരേപോലെ ഇരിക്കുന്നു. പെയിന്റ് ഒക്കെ അടിച്ചാൽ മതി. ഇതെല്ലാം അല്ലേ, ഞാൻ പെയിന്റ് അടിക്കണല്ല, ഞാനിപ്പോ ആലോചിക്കുന്നത് ഇവിടെ നിന്ന് കുറച്ചേ ഇത്ര ഏരിയ ഫ്രണ്ട് ഇങ്ങനെ കിടപ്പുണ്ട്. നമുക്ക് ഇത്രയും മുറ്റം വേണ്ട. മുറ്റം നമുക്ക് ആ പോർഷൻ എടുക്കാം, പക്ഷെ ഈ പോർഷൻ കുറച്ച് അങ്ങ് തള്ളി വെക്കാം. അടിപൊളി. ഇവിടെ നിന്ന് തള്ളി, അപ്പൊ വണ്ടിയിലൊക്കെ വരുന്നവർക്ക് നേരെ കാർ പോർച്ച് അങ്ങനെ കണക്ട് കഴിഞ്ഞാൽ അവിടെ നേരെ കയറാൻ പറ്റും. നമ്മളെ വീട് നമുക്ക് ആവശ്യത്തിന് അവിടെ കൊണ്ടുവരാനും. നീ പറഞ്ഞു പറഞ്ഞത് അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ഇത് പോകുമല്ലോ, എങ്കിലല്ലേ പറ്റുള്ളൂ. ഇവിടെ നിന്ന് കോൺക്രീറ്റ് ഇവിടെ കോൺക്രീറ്റ് കിട്ടു വരുമോ? പിന്നെ എങ്കിലല്ലേടാ മഴ പെയ്ത വെള്ളം വിടാൻ പാടില്ല. അതായത് ഹോള് ഇങ്ങോട്ടാക്കും നമ്മുടെ. ഇത് കുറച്ച് ഒരു പില്ലർ നടക്ക് നിർത്താം നമുക്ക് വേണമെങ്കിൽ. അല്ല അത് ശരിയാവൂല. അത് ശരിയാവൂലല്ലോ. ഈ പില്ലർ മാറ്റി വെക്കാം. എടാ അതല്ല, ഈ അപ്പുറത്ത് നമ്മളെ ഇത് മറയൂലേ? അവിടെ വീട് മറയൂലേ നമ്മുടെ പോർഷൻ? ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായ ഇവിടെ ഒരാൾ താമസിക്കണമെന്ന് അറിയണ്ടേ ആൾക്കാർ? ഇത് ഇങ്ങനെ കെട്ടി അങ്ങ് മറച്ചാ പിന്നെ ഡാഡി അതല്ലേ നല്ലത്. അപ്പൊ വരുമ്പോ പുതിയ വീട് പോലെ ഇരിക്കും, നമ്മളെ പൊട്ടിപ്പൊളഞ്ഞ വീട് കാണൂല. അത് തന്നെയല്ല, ഇവളുടെ കല്യാണമൊക്കെ ആകുമ്പോഴത്തേനും നമ്മൾ ഈ ഓട് പൊളിച്ചു കഴിഞ്ഞ് മേളിലോട്ട് പണിയൂലേ? ഉണ്ടല്ലോ, അത് സമയമുണ്ട്. അപ്പോഴല്ലേ ഇതിപ്പോ. അപ്പൊ പിന്നെ എന്നാ അപ്പോഴെല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാടേ. ചെയ്യട്ടെ. അങ്ങനെ ഒരു ഐഡിയ. എല്ലാ വീടിന്റെ ഭിത്തി നമുക്ക് പൊളിക്കാം. പൊളിച്ചിട്ട് പില്ലർ വെച്ചിട്ട് മൊത്തത്തിലാക്കുമ്പോ പുതിയ വീട് ഫൊത്തി എടുക്കണം. നീ കൂടുതൽ സംസാരിക്കണ്ടേ, അതൊക്കെ മൊത്തം നല്ല കാശാവുന്ന പരിപാടിയാണ്. നീ എന്താ പറഞ്ഞ? നിന്റെ അഭിപ്രായം എന്താ? നടക്കാത്ത കാര്യത്തിന് അഭിപ്രായം പറയേണ്ട വല്ല കാര്യമുണ്ടോ? അയ്യോ അയ്യോ, എത്ര ചേച്ചി തന്നെ ഇത് എത്ര പ്രാവശ്യം കേട്ടിട്ടുണ്ട് ഏട്ടൻ ഈ ഐഡിയ പറയുന്നത്? അത് അങ്ങനെയല്ല, എനിക്കൊരു വിശ്വാസം ഇല്ല. പൈസ ഒത്തു വരുമ്പോഴല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. മറ്റവന്റെ ആഗ്രഹം പറഞ്ഞു ഏകദേശം ഒരു ചിട്ടി റെഡിയായി വരുന്നുണ്ട്. അപ്പൊ ഒരു കാര്യം ചെയ്യും, എന്തായാലും നിനക്ക് ഒരു ചിട്ടി സെറ്റായി കിടക്കയില്ലേ? ആ ചിട്ടിയുടെ ഒരു ചെറിയ ലോണും കൂടെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ പൈസ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് അവിടെ ഇവിടെ ഒരുമിച്ചങ്ങ് പണിയാം. അപ്പൊ പിന്നെ 2 പണിയുണ്ടല്ലോ, ഞാൻ കുറച്ചായിട്ട് നിനക്ക് അടയ്ക്കുകയും ചെയ്യാം. നീ കുറച്ചായിട്ട് ബാങ്കിൽ ലോൺ അടയ്ക്കണ പോലെ നിനക്കങ്ങ് അടച്ചാ പോരെ? എന്തായാലും എന്റെ ഒരു ഐഡിയ പറയട്ടെ. എന്തൊക്കെ പൊളിച്ചാലും കുഴപ്പമില്ല, ബെഡ്റൂമിന് നല്ല വലിപ്പം വേണം. അത് ശരിയാ. പിന്നെ 4 പാളിയുടെ ജനല് വെക്കണം, നല്ല കാറ്റും വെളിച്ചവും കയറണം. ഇവിടെ എന്ത് പിന്നെ ബെഡ്റൂമിന് നല്ല വലിപ്പം. ഈ അപ്പുകുട്ടൻ സാറിന്റെ വീട്ടിലൊരു ദിവസം അന്ന് പോയപ്പോ എന്തൊരു രസം അവരുടെ മുറിയൊക്കെ കാണാൻ. നല്ല വെള്ള പെയിന്റ് വന്നിട്ട് വലിയ മുറി, കട്ടില്, പിന്നെ ഒരു കണ്ണാടിയൊക്കെ വെച്ചിട്ട് ഡ്രസ് അവരുടെ ഇങ്ങനെ മറ്റേ ഡ്രസ്സൊക്കെ സാറിന്റെ അതെന്ന് പറഞ്ഞാൽ അവരുടെ തറവാടാണ്. അതിനെ നിലനിർത്തി കോൺക്രീറ്റ് ചെയ്ത് പഴയ സാറിന്റെ പോലെ പൈസ നമ്മളില്ലല്ലോ. അവര് മാർബിളൊക്കെ ഇട്ടേക്കണം, നമുക്ക് അതൊന്നും വേണ്ട. പൈസ കുറച്ച് സൂപ്പർ ആക്കാൻ പറ്റും, അങ്ങനത്തെ ആൾക്കാരുണ്ടല്ലോ. എന്തായാലും നമ്മളിനിയിപ്പോ മുത്തിന്റെ കല്യാണം ആ സമയത്ത് ഒരു 4-5 കൊല്ലം കഴിഞ്ഞ് നമ്മൾ പണി തുടങ്ങുള്ളൂ. കെട്ടി മറച്ചുകളില്ലെന്ന് എനിക്ക് പറയാനുള്ളൂ. കൊച്ചല്ലേ? കുറച്ച് ദിവസം കാണാനില്ലായിരുന്നല്ലോ. വീട്ടിലായിരുന്നു. എവിടെയാ വെക്കേഷൻ ആയിട്ട് എന്തായിരുന്നു പരിപാടി? നല്ല ഉടുപ്പാണല്ലോ. അടിപൊളി. പിന്നെ ട്യൂഷൻ വന്നാണോ? പഠിക്കാം. ഫീസ് എടാ ഇപ്പൊ വേണ്ട, അത് പിന്നെ മതി. അല്ല, അച്ഛൻ നന്നോട്ടെ കൊടുക്കണേ പറഞ്ഞു.
എന്റെ കൈ തരണ്ട. മേടിച്ച ചോക്ലേറ്റ് അതെ. ഗൃഹനാഥൻ. അയ്യോ ആ എന്നാ ലേറ്റ് ആവും എന്നാലും മതിയായിരുന്നു വെച്ചേ. കുഴപ്പമില്ല, എന്തായാലും സന്തോഷത്തോടെ നല്ല ഐശ്വര്യമായിട്ട് പഠിച്ച് നല്ല കുട്ടി വലിയൊരു ഡോക്ടറായിട്ട് വരണം കേട്ടാ. എന്നാ ചെല്ല്. വർത്താനം പറഞ്ഞിരിക്കരുത് കേട്ടാ ചേച്ചിയുടെ കൂടെ. പറഞ്ഞാലൊക്കെ അനുസരിക്കണം. നല്ല വർത്താനക്കാരിയല്ല. വർത്താനക്കാരിയാണോന്ന് 10 പിള്ളേരെ കൂടെ കിട്ടിയെങ്കിൽ നല്ലതായിരുന്നു അല്ലേ? പഠിച്ചൊക്കെ ഓർമ്മയുണ്ടോ കഴിഞ്ഞ പ്രാവശ്യം? ആ ഉണ്ട്. മാത്സ് ആ ഒന്ന് ചോദിക്കട്ടെ. അത് സെറ്റ് ആണെങ്കിൽ മക്കൾക്ക് മാത്സും ഇംഗ്ലീഷും അല്ലായിരുന്നു പാഠം അന്ന് പറഞ്ഞ്. അപ്പൊ അന്ന് നമ്മൾ മാത്സ് പഠിച്ച് സെറ്റായി. അത് ഓർമ്മയുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് ഇംഗ്ലീഷ് തുടങ്ങാം. മൾട്ടിപ്ലിക്കേഷൻ ഓർമ്മയുണ്ടോ? ടേബിള് ഓക്കെ. 9 × 5 45. അപ്പൊ പഠിച്ച്. ഇനി വേറെ ഒന്നും കുറിച്ച് ചോദിക്കാം. 9 × 2 18. അപ്പൊ മാത്സ് മൾട്ടിപ്ലിക്കേഷൻ എല്ലാം സെറ്റ് ആണ്. 9ന്റെ ടേബിളാണ് അന്ന് തെറ്റിച്ചോണ്ടിരുന്നത്. ഓക്കെ ആണ്. ഇപ്പൊ എല്ലാം 9, 6 ഒക്കെ സംശയം മാറിയേ. മാറി. അപ്പൊ ഇന്നിപ്പൊ ഫസ്റ്റ് ദിവസം ആയതുകൊണ്ട് അധികം ചാപ്റ്റർ ഒന്നും തുടങ്ങണം. നമുക്ക് ഇംഗ്ലീഷില് മക്കൾക്ക് വേർഡ്സിന്റെ ഒക്കെ സ്പെല്ലിങ് എഴുതാനൊക്കെ അറിയോ? നല്ലോണം എഴുതോ? അപ്പൊ ഞാൻ കുറച്ച് ചോദിക്കാം, അത് എഴുതോ? നമുക്കൊരു ഡിക്റ്റേഷൻ തുടങ്ങാം. അപ്പൊ എത്ര അറിയാന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞേ. അപ്പൊ ബുക്ക് എടുത്തോ. ഇത് ഡിക്റ്റേഷൻ എന്ന് എഴുതിക്കോ. ഡിക്റ്റേഷൻ ഇവിടെ 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 എഴുതാം. ഫസ്റ്റ് എർത്തിക്കൊക്കെ ഞാൻ ഇതൊന്ന് കണക്കൊന്ന് കൂട്ടിക്കൊണ്ടിരിക്കണം. നീ അതിനിടെ തെറ്റിക്കല്ലേ. 390, 390, 70. എന്ത് പിടിക്കണത് ഇത്? പൈസതാ. പൈസതാ. ഏത് പൈസ? ഏത് പൈസയാന്ന് മനസ്സിലായില്ല. കൊച്ചു കൊണ്ടുവന്നിട്ട് എഴുതിട്ടോ. കൊച്ചുകൊണ്ടത് പൈസ? പൈസയാണല്ലോ എൻ്റെ തന്ന ദക്ഷിണ പോലെ. അതൊരു നല്ല കാര്യം തുടങ്ങണത് നീ എന്നല്ലേ പറഞ്ഞത്? ഞാൻ എൻ്റെ തരഹം പറഞ്ഞത്. ദക്ഷിണ നിങ്ങളാണോ പഠിപ്പിക്കുന്നതിന്? ആ കൊച്ചു മുത്താരത് എൻ്റെ മോള്. അതുകൊണ്ട് നിങ്ങൾക്ക് ദക്ഷിണ തന്നോ? അവള് ജനിപ്പിച്ച തന്തയ്ക്ക് അവകാശമില്ലേ ദക്ഷിണ മേടിക്കാനാ? ദക്ഷിണ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ദക്ഷിണ മേടിക്കാൻ അവകാശമുണ്ട് അവളുടെ കല്യാണത്തിന്. ഇപ്പൊ ഇത് ട്യൂഷൻ പഠിക്കാൻ വന്ന പൈസ കൊണ്ടുവന്നിട്ട് എനിക്ക് വയ്യ തല്ല് പിടിക്കാൻ. നീ ചുമ്മാ എഴുതങ്കം. ഈ പൈസ ഞാൻ ഇത് വേറൊരു സംഭവത്തിലേക്ക് ചെലവാക്കാനായിട്ട് മാറ്റി വെച്ച് കണക്കൂട്ടി വെച്ചേക്കാണ്. അതാണ് ഞാൻ ഇപ്പൊ കണക്കൂട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പൊ 500 രൂപയ്ക്ക് കണക്കൂട്ടി. ആ പൈസ നിങ്ങൾ ഏൽപ്പിച്ചെന്താണെന്നറിയാമോ? ഇവിടെ ഉള്ളവരുടെയൊക്കെ മുമ്പിൽ നിങ്ങൾക്കൊരു നല്ല ഒരു ബഹുമാനം ഉണ്ടാവട്ടെ, വില ഉണ്ടാവട്ടെ എന്ന് ഓർത്ത് തരാൻ പറഞ്ഞാണ്. അല്ലാതെ നിങ്ങൾക്കായിട്ട് കണക്കൂട്ടാൻ തന്ന പൈസ അല്ല അങ്ങ് തന്നെ. ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ ആരാ? നീ കനകന്റെ മുമ്പിൽ വില? അതാ റൊണാൾഡിന്റെ മുമ്പിലാ? ഇത് അവരൊക്കെ ആര്? ഞാൻ ആദ്യമായിട്ട് കാണാം. മാനത്ത് നിന്ന് പൊട്ടി വീണ ആൾക്കാരാ. അവരുടെ മുമ്പിൽ എനിക്ക് വില ഉണ്ടാക്കാൻ. എനിക്ക് വില നിലയുള്ളത് എനിക്കറിയാം കേട്ടാ. അത് എനിക്കത് നിലനിർത്താനും അറിയാം. അതിന് ഇനി ആരെയും സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട. ശരി. ഈ പൈസ ഞാനൊരു ആവശ്യത്തിന് വെച്ചേക്കണം. അത് വകമാറ്റി ചെലവാക്കാൻ പറ്റില്ല. നിനക്കിപ്പോ എന്താണ് ഇത്ര അത്യാവശ്യം ഈ പൈസയില്? ഞാനും വേറൊരു ആവശ്യത്തിന് കണക്കൂട്ടി വെച്ചേക്കുവാണെങ്കിലോ? നീ കണക്കൂട്ടി വെച്ച ഞാൻ ആരും ചോദിച്ചിട്ട് ഈ കൊച്ചിപ്പോ ട്യൂഷൻ പഠിക്കാൻ വന്ന് ആ പൈസ കൊണ്ട് തന്നില്ല നീ എന്ത് ചെയ്തേനെ? നീ അങ്ങ് മാറ്റി വെക്കാണ്. ഒരാളിന് മാറ്റി വെക്കാൻ വേറെ ഒന്നുമല്ല. 2 ദിവസത്തെ മീനിന്റെ പൈസ കൊടുക്കാനുണ്ട് അലിക്ക്. അത് കൊടുക്കണോ? നിങ്ങൾ താളിട്ടോ? ഈ പൈസ വരാൻ വേണ്ടി നോക്കിയിരുന്നല്ലേ നീ അലിക്ക്? അലിയെ കുറച്ച് ദിവസം കൂടെ പറഞ്ഞ അവൻ നിൽക്കും. അവനത്ര അത്യാവശ്യം ഇഷ്ടം പോലെ പൈസ. അത്യാവശ്യം തങ്കം, ഇത് ഇപ്പം ഇവിടെ ഒരാവശ്യത്തിന് ചിലവാക്കാൻ വെച്ചേക്കണ പൈസയാണ്. അതെല്ലാം പ്ലാൻ ചെയ്തേക്കുന്നതിന് അതിനെ എടുത്ത് ഒരു ഇതുമില്ലാതെ ഇവിടെ ചിലവാക്കി കഴിഞ്ഞാൽ ഇവിടെ പ്രതിസന്ധിയാവും. ഇതാണ് ഇപ്പം നമ്മുടെ സർക്കാരിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ചിലവാക്കാനെടുത്ത് ഇവിടെ ചിലവാക്കുന്നു. അപ്പോൾ ഇവിടെ പ്രതിസന്ധി ആവുന്നു. അതിന് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ചിലവാക്കുന്നു. ഒരു ധാരണ ഇല്ലാതെ ചിലവാക്കിയ ഇതൊക്കെ തന്നെ വരും. അതുകൊണ്ട് വെറുതെ കടം വരുത്തിയിടണ്ട. ഇതങ്ങനെ ഇരിക്കട്ടെ. ഇത് നമുക്ക് ഒരിടത്ത് ആ പ്രശ്നം അങ്ങ് തീർക്കാം കേട്ടോ. ചേച്ചി എഴുതി കഴിഞ്ഞ നോക്കട്ടെ. നോക്കിയിട്ട് ഇപ്പൊ തന്നെ ഇതെല്ലാം എഴുതി പഠിക്കാനാണ് തെറ്റിയത്. ചേച്ചി ഇച്ചിരി ബ്രേക്ക് താ. ഇച്ചിരി നേരം ബ്രേക്ക് ആയി. ഇച്ചിരി നേരമല്ലേ ആയുള്ളൂ പഠിക്കാൻ തുടങ്ങിയ തലേ മൊത്തം കേറത്തില്ല. അടുത്ത പഠിക്കാൻ തുടങ്ങണ്ട. ഇത് തെറ്റിയതെല്ലാം എഴുതിയിട്ടല്ലേ അടുത്ത പഠിക്കാൻ പറ്റും. എന്ത് ചേച്ചി എന്താണ് ഒരു ഇച്ചിരി ബ്രേക്ക്? ചേച്ചി തുടങ്ങിയ ഉടനെ ബ്രേക്ക് വേണം. എനിക്ക് നിന്റെ വിശ്വാസമില്ല. പ്രത്യേകിച്ച് കഴിഞ്ഞ പ്രാവശ്യം നീ ബ്രേക്ക് എന്ന് പറഞ്ഞ് പോയത് എന്റെ പൊന്നു മോളെ. അന്ന് റൊണാൾഡോ വിളിക്കാൻ പോയപ്പോഴല്ലേ ഞാൻ പോയത്. ഇപ്പോഴും നീ ആരെങ്കിലും വിളിച്ചാ പോവില്ലാന്ന് എന്തുറപ്പ്? ഞാൻ പോകത്തില്ല. ഒരു ഇച്ചിരി ബ്രേക്ക് ആയിച്ചേ. 5 മിനിറ്റ്. 5 മിനിറ്റോ? പിന്നെ എത്ര മിനിറ്റ് ആണ്? 15 മിനിറ്റ് ആയോളൂ പഠിക്കാൻ തുടങ്ങിയിട്ട്. 15 മിനിറ്റ് പഠിച്ചില്ലേ? 10 മിനിറ്റ് ബ്രേക്ക് എനിക്ക്. നീ ഭയങ്കര സാധനം കേട്ടോ. ഞാൻ ഇവിടെ ടൈമർ ഇടും. കറക്റ്റ് 10 മിനിറ്റ് ഇവിടെ എത്തിക്കോണം. പിന്നെ ഒരു കണ്ടീഷൻ ഉണ്ട്. വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ 15 കുറെ തെറ്റുണ്ട്. അതെല്ലാം 5 വട്ടം എനിക്ക് എഴുതി കാണിക്കണം. എന്നാലേ ഞാൻ ക്ലാസ്സിന്റെ അകത്തോട്ട് കയറ്റും.
പക്ഷെ 10 മിനിറ്റ് ഇവിടെ എത്തിക്കോണം. ആ ഓക്കെ. തരാനാണ് പറഞ്ഞത്. സോറി ഞാൻ വരരുതായിരുന്നു. ഞാൻ കഥ അടച്ചേക്കാം. സോറി കേട്ടോ. അവിടെ തരടാ. എവിടെ പോണ്ട? വായി നോക്കി കളിക്കാതെ പൈസ ഇടറി. തരൂല പൈസ തരാനാണ് പറഞ്ഞത്. തരൂല. തങ്കം, ഇപ്പൊ എന്താ പ്രശ്നം? നിക്ക്, ശ്വാസം വിടട്ടെ. ഞാൻ ഇത് വേറൊരു ആവശ്യത്തിന് മാറ്റി വെച്ച. ഇത് അലിക്ക് കൊടുക്കേണ്ട പൈസ തരാൻ പറ്റില്ല. നിങ്ങൾ പണിയെടുത്തിട്ടാണെങ്കിൽ നിങ്ങൾ പറയണ പൈസ ഞാൻ തരും. ആഹാ, അവിടെ വെച്ച് 500 രൂപയില്ലേ കൊച്ചു പഠിക്കാൻ തന്ന 500 രൂപ പിടിച്ചു വാങ്ങിച്ചോളൂ. പിടിച്ചു വാങ്ങിച്ചെങ്ങനെ കണക്കായി പോയി. ഇത് മുത്തിന്റെ പൈസ. ഇത് നിങ്ങൾക്ക് എങ്ങനെ തരും? നിങ്ങൾക്ക് എങ്ങനെ തരും? ഇവിടെ അലിക്ക് പൈസ കൊടുക്കാനുണ്ട്. അത് ആര് പറയും? നിങ്ങൾ ആര് വരുമ്പോഴത്തേനും മുങ്ങി പോകൂലേ? നീ എന്താണ് പറഞ്ഞത്? എന്റെ അടുത്ത് മേടിച്ച് എന്റെ പോക്കറ്റ് വെച്ചോളാം. ഞാൻ പറഞ്ഞല്ലോ, അത് നിങ്ങൾക്ക് അവരുടെ മുമ്പിൽ ബഹുമാനം ഉണ്ടായിക്കോട്ടെ എന്ന് ചെയ്തതാണ്. എനിക്ക് ആരെയും ബഹുമാനം വേണ്ട. വേണ്ട. നിർത്തിയേ അപ്പുറത്തൊരു കൊച്ചു പഠിക്കാൻ വന്നിരിപ്പോ. പിന്നെ അത് നിങ്ങൾ തമ്മിൽ ഭയങ്കര ഒത്തൊരുമയാന്ന് ഇച്ചിരി മുമ്പ് പറഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് കളയോ? എവിടെ നശിപ്പിക്കും, എവിടെ തൊലയ്ക്കും. അതിനാണ് ഇവിടെ മനഃപൂർവ്വം. നിങ്ങള് എന്ത് ഞാൻ പൈസ വലിയ അടുത്ത കൊടുത്തപ്പോ ഞാനും അവിടുന്ന് അത്ഭുതപ്പെട്ടു. കർത്താവ് ഇത്ര വലിയ മാറ്റം. ഇവള് ഓന്താണ്. അതെ. ആൾക്കാരെ മുമ്പ് വെച്ച് നല്ല പിള്ള ചമയാൻ വേണ്ടിട്ട് അവൾ എന്നോടാ പൈസ വെച്ചോളാൻ പറഞ്ഞു. ഇപ്പൊ അവള് ആ പൈസ പിടിച്ചു തരണില്ല. ഞാൻ ഓന്താണെങ്കിൽ കണക്കായി പോയി. നിങ്ങളോട് കേസ് ഇവിടെ എന്താ വരക്കാണോ? അല്ല, ഡങ്കി സോങ്കി. അതെന്തുവാ? അത് ഈ സിനിമാ പേര് പറഞ്ഞുള്ള ഒരു തരം കളി. അറിയത്തില്ലേ? ഇല്ല, എനിക്കറിയത്തില്ല. അതായത് ഈ അങ്കിൾ ഒരു സിനിമ മനസ്സിൽ കാണും, എന്നിട്ട് ആ സിനിമയുടെ പേര് ഇങ്ങനെ ആക്ട് ചെയ്ത് കാണിക്കും. അപ്പൊ ആന്റി അത് പറയും. അടിയിടുവായിരുന്നല്ലേ വന്ന? അതെ, ഈ അങ്കിള് മനസ്സിൽ കണ്ട സിനിമ തല്ലുമാലയായിരുന്നു. തല്ലുമാല? മക്കളുടെ ട്യൂഷൻ കഴിഞ്ഞോ? ഇല്ല, ചേച്ചി ബ്രേക്ക് എടുക്കാൻ പറഞ്ഞു. വെളിയിൽ മാങ്ങയൊക്കെ പഴുത്തിങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. കണ്ട് കണ്ടാ മതി കേട്ടോ, പറിക്കൊന്നും ചെയ്യല്ലേ. അത് അപ്പുറത്തെ വീട്ടിൽ ആന്റിയെ അവര് വെടിവെക്കും. ചെല്ല് കളിക്ക്. ഞാൻ പോട്ടെ ചാച്ചാ. പിന്നെ റോഡിലെങ്ങും പോയി കളയല്ലേ. അന്ന് അങ്കിൾ ഉണ്ടായിരുന്നു എന്റെ കൂടെ, അതുകൊണ്ടാണ് ഞാൻ പോയത്. ഇന്ന് ഞാൻ ഒറ്റയ്ക്കുണ്ട്. പറഞ്ഞില്ല. ചെല്ല്. എന്തായി? ഇല്ല. തരുന്നോ ഇല്ലയോ? ഇല്ല. മര്യാദക്ക് പൈസ വാങ്ങിച്ചു. 500 രൂപയല്ലേ അതങ്ങ് കൊടുത്തൂടെ? 500 രൂപയുള്ള അതങ്ങ് വിട്ടൂടെ? 500 രൂപയല്ലേ അതങ്ങ് വിട്ടൂടെ? ഞാൻ സഹായനോട് എന്തോ സംസാരിച്ച കൂടുതൽ ഫോൺ എടുത്ത് ഒന്നുകൂടെ നോക്കുമ്പോൾ കാണാം ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഒരു വാട്സാപ്പിൽ ഒരു മെസ്സേജിൽ. ഞാൻ ജസ്റ്റ് നോക്കുമ്പോൾ ലീലാമ്മ കോൺസ്റ്റബിൾ എനിക്ക് അയക്കേണ്ട കാര്യമില്ലല്ലോ. ഞാനത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ തൊട്ട് മുമ്പ് ട്രൂ ലവിന്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞ 5 സംഭവങ്ങളുണ്ടായിരുന്നു, 5 പോയിന്റുകൾ നിനക്ക് അയച്ചതാണ്. ദൈവമേ, ഇവർക്കത് ചെന്നിട്ട് ഇവരത് എന്തുദ്ദേശത്തിലാന്നുള്ള രീതിയിലാണെന്ന് അറിഞ്ഞിട്ടോ. ഞാൻ ടക്കനങ്ങ് ഡിലീറ്റ് ഫോർ എവരി വൺ കൊടുത്ത് 5 കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? അത് പറഞ്ഞത് അത് നിനക്ക് അയച്ചു, നിനക്ക് പിന്നീട് ഫോർവേഡ് എടുത്ത് നോക്കിയില്ലല്ലേ. അതാണ് അബദ്ധം വെച്ചാൽ ഇതിലും ഒരു അബദ്ധമല്ലേ സഹായത്തിന്റെ. എന്താണ് അബദ്ധം എന്നൊക്കെ പറഞ്ഞ് കുറെ കാര്യങ്ങൾ ഇങ്ങനെ കളയണുണ്ട്. ആ ലീലാമ്മ ചേച്ചി ഇച്ചിരി പ്രായമായതുകൊണ്ട് ഞാൻ ക്ഷമിച്ച്. പണ്ടത്തെ ഒരു സംഭവം ഉണ്ടല്ലോ, പണ്ട് കല്യാണം കഴിഞ്ഞിടക്ക് എന്തെന്ത് തിയേറ്ററില് മറന്നുപോയാ? വേറൊരു പെണ്ണിന്റെ അടുത്ത് പോയി ഇരുന്നത് ഇന്റർവെല് കഴിഞ്ഞപ്പോ മറന്നുപോയാ? നീ എന്നെ അങ്ങനെ വെറുതെ കുറ്റപ്പെടുത്തും. നീ ഇത് കുറെ നാൾ നിർത്തി ഇപ്പൊ വീണ്ടും ഇതിപ്പോ ഓർമ്മിക്കുക കാര്യം ഞാൻ തന്നെ. ഒന്നല്ല, എനിക്ക് നല്ല സംശയമുണ്ട് കേട്ടോ. അത് എടി നീ നീല സാരിയായിരുന്നു. നീല സാരിയായിരുന്ന? ഞാൻ നീല സാരിയായിരുന്നു. അവര് നീല സാരിയായിരുന്നു. പക്ഷെ ഇരിക്കുന്ന റോ എങ്ങനെ മാറിപ്പോവും? അതെങ്ങനെ മാറിപ്പോവും? ഈ ലോകത്തുള്ള എല്ലാവർക്കും അറിയാം, തിയേറ്ററിൽ ഇടവേള കഴിഞ്ഞ് ഇന്റർവ്യൂ ഞാൻ മൂത്രം വെച്ചിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കാണ് ലൈറ്റ് അങ്ങ് ഫുൾ ഓഫ് ആയി പോയി. നിനക്ക് ഐസ്ക്രീം മേടിച്ചിട്ടുണ്ട്. ഞാനാ കയറി വരുമ്പോൾ റോ തെറ്റി നോക്കാൻ നീല സാരി ഞാൻ. പക്ഷെ വേറെ ഈ എണ്ണ ഇങ്ങനെ നടന്നു വരുന്ന വഴിക്ക് ഞാൻ ഷൂ വിളിച്ചപ്പോ ഏട്ടൻ നോക്കിയതാ. അതാണ് എനിക്ക് സംശയം ഇപ്പോഴും എനിക്ക് എന്റെ ഉള്ളിൽ കിടക്കുന്നത്. ഞാനത് കേട്ടില്ല, ഞാൻ ചെന്നിരുന്നു. അല്ല എന്നിട്ട് അവരൊന്നും മിണ്ടില്ല. ഞാൻ അവിടുത്തെ കുറെ നേരം ഇങ്ങനെ ഇരുന്നു, സിനിമ കണ്ടിരുന്നു, ഐസ്ക്രീം ഇടയ്ക്ക് കൊടുക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ അവർ ശ്രദ്ധിച്ചിരുന്നോണ്ട് ഞാൻ കൊടുത്തില്ല. അല്ലെങ്കിൽ നിർബന്ധം തൊട്ട് ഒന്നുമല്ല ഏട്ടാ, ഒന്നുമല്ല, വെറുതെ കിടന്ന് ഉരുളല്ലേ, ഒന്നുമല്ല. ഇത് കറക്റ്റ് ഏട്ടൻ മനഃപൂർവ്വം മാറിയിരുന്നതാ. എന്നിട്ട് അവന്റെ തോളത്ത് കൈയിട്ടില്ലേ? പിന്നെ ഞാൻ കണ്ടതാണല്ലോ അവരുടെ തോളത്ത് ഇങ്ങനെ കൈയിടുന്നത്. കണ്ട എന്തായാലും അന്ന് കൈയിട്ട് അയ്യോ ഇല്ല മക്കളെ, ഞങ്ങളിങ്ങനെ ഞങ്ങള് വെറുതെ എന്റെ അച്ഛനെ വെറുതെ ഇരുന്നിട്ട് ചുമ്മാ അടിയാൻ വിടും. വീട്ടിലാ വഴക്കുണ്ടാക്കുവാ? ഞങ്ങള് പക്ഷെ ഞങ്ങള് വഴക്കുണ്ടാക്കുവല്ലേ. ഇവിടെ തിരിവാ
ട്യൂഷൻ കഴിഞ്ഞാ? ആ കഴിഞ്ഞ അവിടെ ചെറിയൊരു ബ്രേക്ക് വന്നു. ആണോ? അവിടെ ഇതുപോലെ ശബ്ദമായിരുന്നു. അങ്കിളും ആന്റിയും കൂടെ. തങ്കവാന്റിയും ക്ലീറ്റോങ്ങളുവാ. അയ്യോ അത് വെറുതെ. അത് അവര് സിനിമാ പേര് പറഞ്ഞു വിളിക്കുക. സിനിമ പേര് പറഞ്ഞ കളിച്ചല്ലേ ഞങ്ങൾ ഇങ്ങനെ കണക്ക്. ഞങ്ങളിങ്ങനെ ഓരോ സിനിമ അങ്ങനത്തെ കളികളൊക്കെ കളിക്കും. ബുക്കും പേപ്പറൊന്നും കാണുന്നില്ല. ബുക്കും പേപ്പർ ഇത്ര സമയം ഉണ്ടായിരുന്നു, എടുത്ത് മാറ്റി വെച്ച്. പിന്നെ വിശക്കുന്നുണ്ടാ? ബിസ്ക്കറ്റ് വല്ല വേണോ? വേണ്ട. സുമന നന്നായി പഠിക്കണം. എങ്ങനെയുണ്ട് മുത്തു ചേച്ചി പഠിപ്പിച്ചിട്ട് നന്നായി പഠിക്കാൻ പറ്റുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ആ പറ്റുന്നുണ്ട്. ആണോ? പഠിക്കാൻ പാടാ മക്കൾക്ക്. അല്ല പിന്നെ എന്തിനാ അച്ഛനും അമ്മയും കൂടെ എപ്പോഴും വഴക്കുണ്ടാക്കുന്ന? അവരിങ്ങനെ ചുമ്മാ ഇതിൽ വഴക്ക് ഉണ്ടാക്കും. എനിക്ക് പഠിക്കാനും ഒക്കത്തില്ല. ഉച്ച കാരണം പഠിക്കാൻ പറ്റത്തില്ലേ? അയ്യോ എന്തും പറഞ്ഞ അവര് വഴക്കുണ്ടാക്കുന്ന? അവരത് പറയുന്നത്. അതെ അല്ല മക്കൾക്ക് ഇപ്പൊ ബ്രേക്ക് കഴിയൂലേ? ബ്രേക്ക് കഴിഞ്ഞ് ഓടി അങ്ങോട്ട് പോട്ടാ. ഞാൻ പറഞ്ഞുതരാം. പിന്നെ അവരുടെ വീട്ടിലെ കാര്യം ഏട്ടനെങ്ങനെ അറിയാം? അവരെ വീട്ടിലെ കാര്യമില്ല, ഒരു വീട്ടിലെ കാര്യം നമ്മൾ അറിയേണ്ട കാര്യമില്ല. എടാ ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പം നല്ലൊരു സൈ ഏതെങ്കിലും സ്ഥലത്ത് പോകുന്നു, അവർ കൊച്ചുങ്ങളെ വായിന്ന് എന്തെങ്കിലുമൊക്കെ വായിന്ന് വീഴും, അത് ഉടനെ തോണ്ടി എടുത്തിട്ട് അവരെ എന്തിനാണ് വഴക്കൂടുന്നത്, എന്താണ് അവിടുത്തെ പ്രശ്നങ്ങൾ എന്ന് അറിയേണ്ട കാര്യം നമുക്ക്. ഞാൻ ആ അവരുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും തോണ്ടി എടുക്കുമല്ലായിരുന്നു. എന്തെങ്കിലും അറിഞ്ഞ് അവർ എന്താ വഴക്കിന്റെ കാര്യമൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അതിനൊന്നും ഉപദേശിക്കാന്ന് വിചാരിച്ചു. ആ അതുകൊണ്ടാ. എടി ഇതൊക്കെ നല്ലതാണ് അടി. നമ്മുടെ വീട്ടിലെ കാര്യം അന്വേഷിച്ചിരിക്കും, കണ്ടവന്റെ വീട്ടിലെ കാര്യം നോക്കാനല്ല നമ്മൾ ഇരിക്കേണ്ടത്. പോട്ടെ, ഞാൻ വേറെ ആരുടെ അന്വേഷിക്കാനൊന്നും നടന്നതല്ല. പൊന്നോ എടുത്തോ, നീ എടുക്ക്, കാണട്ടെ നീ എടുക്കണമെന്ന്. എന്റെ വേറൊരു മുഖം നിങ്ങൾ ഇന്ന് കാണും ക്ലീറ്റോ. പൈസ ക്ലീറ്റോ. നിന്റെ വൃത്തിയായിട്ട് എല്ലാ മുഖവും ഞാൻ കണ്ടിട്ടുണ്ട്. ഇനി പുതിയതായിട്ട് എന്ത് കാണാന്? ക്ലീറ്റ് ഞാൻ മോന്തി പറിക്കൂല. 500 എച്ചിക്കണക്ക് നാണോ മാനവില്ല. 500 രൂപ നീ കൊടു. മുത്ത എന്തായാലും 5000 ഇപ്പൊ 2 രൂപ വെട്ടിച്ചത്താൻ എന്തായാലും കാണിക്കും. പൊന്നമ്മൻ 500 രൂപയുടെ കേസിൽ അതങ്ങ് കൊടു. 500 രൂപയുടെ കേസാണോ? അങ്ങനെയാണെങ്കിൽ 500 രൂപയുടെ കേസല്ലേ ഉള്ളൂ. നിന്റെ ഡാഡിനോട് വിടാൻ പറ. ഡാഡി വിട്ടുകൊട്. അതെ, ഇത് ഡാഡിക്ക് സ്നേഹത്തോടെ തന്നതല്ലേ, നീ കണ്ടോണ്ട് നിൽക്കല്ലേ ഇത് ഡാഡിക്ക് തന്നത്. പിന്നെ അത് വേണമെന്ന് പറഞ്ഞാൽ ഞാൻ അവകാശം സ്ഥാപിക്കുന്നത് എവിടത്തെ ന്യായമാണ് മുത്തേ? എന്റെ പൈസ അല്ല, ഞാൻ എടുത്തോളാം. 500 രൂപ എനിക്ക്. നിന്റെ പൈസ? അതെങ്ങനെ നിനക്കാവും? നീ മാനത്ത് പൊട്ടി വീണതാ. നിന്റെ തന്തയാണ് ഞാൻ, എനിക്ക് അവകാശമുണ്ട് ഇതില്. അപ്പൊ എനിക്ക് ഒരു അവകാശം ഇല്ലേ? ഒരു കാര്യം ചെയ്യും, അവകാശം അങ്ങനെ 3 പേർക്ക് കൊണ്ടുവന്നുണ്ടെങ്കിൽ 500 തുല്യമായിട്ട് വീതിക്ക് 3 ഡിവൈഡ് ചെയ്യും. 3 വേണ്ട, 2 ഡിവൈഡ് ചെയ്ത് നമുക്ക് 2 പേർക്ക് മതി, അവർക്ക് കൊടുക്കണ്ട. 250. 250 നീ എനിക്ക് കടം തന്നു. 2 ആയിട്ട് ഭാഗിക്കാം. 300 എനിക്ക്, 200 നിനക്ക്. 250. എടി 300 രൂപ എനിക്ക് കൊടുക്കാനുണ്ടെന്ന്. അത് ന്യായം ഡാഡി, അത് ഡാഡി മനസ്സിലാക്കണം. കൊടുക്കാനില്ലേ? മുത്തേ, എനിക്ക് 400 രൂപയുടെ ആവശ്യമുണ്ട്. 100 രൂപ ആണെങ്കിൽ ഞാൻ കൊടുക്കും. സമ്മതമാണെങ്കിൽ നീ പണിയെടുത്താനടി? ഞാൻ പണിയെടുത്തതല്ല, പക്ഷെ എനിക്ക് അവകാശമുണ്ട്. പിന്നെ അത് പിന്നെ പുല്ലും വയ്ക്കാലും തിന്നല്ലേ വലുതായത്. ചേച്ചി കൊണ്ടൊന്ന് വരും എൻ്റെ ഇങ്ങോട്ടൊന്ന്. വരാം, ഞാൻ വരാം. നാണം കിടുത്തു. ഇപ്പൊ സമാധാനമായോ? തീം ഇക്കണക്കിന് എനിക്കൊരു 50,000 സാലറി ഉണ്ടെങ്കിൽ ഒരാളെ കാണാൻ ഞാൻ ജയിലിൽ വരേണ്ടി വരുമല്ലോ. എന്ത് പറ്റും മീനു? ചേച്ചി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ചേച്ചിക്ക് എൻ്റെ വീട്ടിൽ ഒന്ന് പഠിപ്പിക്കാവോ? അല്ല, അവിടെ ഭയങ്കര ബഹളമല്ലേ, അതുകൊണ്ടല്ലേ നമ്മൾ ഇങ്ങോട്ടാക്കിയത് ആദ്യം. ചേച്ചി, എനിക്ക് ശബ്ദമൊക്കെ കേട്ടാൽ പഠിക്കുന്നതിന് ഒരു ഇത് കിട്ടത്തില്ല. അത് എനിക്കും അങ്ങനെയാണ്. പക്ഷേ എൻ്റെ വീട്ടിലെക്കാട്ട് ബഹളം ഇവളാണല്ലോ ചേച്ചി. ഇപ്പൊ കണ്ടാണോ? ഇവര് ചുമ്മാ തമാശ പറഞ്ഞു. അതായത് ഇവര് 1 മാസം കൂടുമ്പോ 1 or 2 വഴക്കൊക്കെ ഉണ്ടായി. ഇന്നതാ മീനൂട്ടി വന്ന ദിവസം കറക്റ്റ് വഴക്കുണ്ടായി. അല്ലെങ്കിൽ ഇവര് ഇപ്പൊ 1 മാസത്തിന് ശേഷം ഞാൻ ഇപ്പോഴാണ് ഒച്ച വെക്കുന്നത്. ആണോ? ഒരു ആഴ്ചയായിട്ട് ഞാൻ നിന്റെ അടുത്ത് പറയലടി, നിനക്ക് എന്ത് മനസ്സിലാവാത്തത്? തങ്കം, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. ഇനി പറഞ്ഞ ഞാൻ കേടുന്നുണ്ടെങ്കിൽ ചവിട്ടി കൂട്ടുന്നില്ല ഞാൻ. ഇനി പറച്ചിലുണ്ടാവൂല, പ്രവൃത്തി മാത്രമേ കാണുള്ളൂ. അപ്പൊ എന്റെ വീട്ടിൽ തന്നെ ഒന്ന് പഠിപ്പിക്കുന്നതല്ലേ ബെറ്റർ?